എന്താടി ഇത്? ഈ പാത്രങ്ങളൊക്കെ എന്റെ തലക്കുള്ളിട്ട് എന്നെ കൊല്ലാൻ. ഡി ഞാൻ നിന്റെ തള്ളി നിന്റെ മടി വസ്ത്രങ്ങൾ വരെ അങ്ങനെ തിരുമ്പി തരാം. കാലേ എന്താടി ഇത്? ഈ പാത്രങ്ങളൊക്കെ എന്റെ തലക്കുള്ളിട്ട് എന്നെ കൊല്ലാൻ നോക്കുക. ഉമ്മാന്റെ ഇത്ര നേരമായിട്ടും പാത്രം കഴിഞ്ഞില്ലേ? പെണ്ണിനെ അവിടെ എണ്ണ വെച്ച് കടത്തേക്ക് കുളിപ്പിക്കണ്ടേ? കുളിപ്പിക്കും, എനിക്ക് പറ്റുമ്പോ കുളിപ്പിക്കും. കുറച്ചേരം ഇപ്പം അവിടെ എണ്ണ വെച്ച് കടന്നു വേണ്ടേ തേഞ്ഞു പോകുന്നില്ല നിന്റെ കുട്ടി. കുറച്ചേരം അവിടെ കിടക്കട്ടെ. 2-3 ദിവസമായി ഇത് തുടങ്ങിയിട്ടും ആരൊപ്പം പണിയാണ് ഈ വീട്ടില്. എന്നാ പിന്നെ രാത്രി മനുഷ്യനിക്ക് ഉറക്കമുണ്ടോ? അതും ഇല്ല. എന്തും ഞാൻ സഹിക്കും, പക്ഷെ രാത്രി എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീയൊക്കെ കാണും. അല്ലേ എവിടേക്കാ ഈ കഴുകി വെച്ച പാത്രങ്ങളെ അവിടെ കൊണ്ടുവെക്കി. എന്നാ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിപ്പോ തിളച്ചിട്ടുണ്ടാവും. കുറച്ച് അരി എടുത്ത് കഴുകിയിട്ടേ അടുപ്പത്ത് ഇടാൻ നോക്ക്. ഈ പെണ്ണെന്താ ചത്തിരിക്കോ? ആ കുട്ടികൾക്ക് അവന് കരണ് കേൾക്കണില്ലേണാവോ? കുരിപ്പ് പെണ്ണിന് മോളിന്ന്. ഉച്ചമയക്കത്തിലാ തമ്പ്രാട്ടി പണ്ടാരക്കാലി. എന്താ ഉറക്കോടി ഇത്? പെറ്റ് കിടക്കേണ് പറഞ്ഞിട്ട് 24 മണിക്കൂർ ഇങ്ങനെ കിടക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആ കുട്ടി കരയാണ് നീ കേൾക്കണില്ലേ? അതോ നിന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയാ? കുട്ടി ഇങ്ങനെ കടന്ന് കരകി അവള് സുഖമായിട്ട് ഉറങ്ങുക. എന്തൊരു കോലം അത്! എവിടെയും കണ്ടിട്ടില്ലടപ്പ ഇങ്ങനെ ഒരു കോലം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവള് എണിച്ചിട്ട് ആ കുട്ടീനൊന്ന് എടുക്കണ്ടോ നോക്ക്. അയ്യേ, പെണ്ണിനൊന്ന് എടുക്ക്. നിന്റെ കയ്യിലെന്താടി എല്ലില്ലേ? എണിച്ചെടുക്കടി ആ കുട്ടീനെ. അതിനെ ഞാൻ പറ്റത്തില്ല, നീ പറ്റതാ. എടുത്ത് പാല് കൊടുക്കാൻ നോക്കടി. എന്തെങ്കിലും ആവട്ടെ വേണ്ടിട്ട് എല്ലാ പണിയും അങ്ങോട്ട് ചെയ്തു കൊടുത്തപ്പോ തലേ കയറിയിരുന്ന് നരങ്ങ അവള്. എന്റെ അടുത്ത് അവിടെ കളി. ഇല്ല. അയ്യോ അല്ലാ, അയ്യേ, അയ്യോ മതിയും കൊതിയായി. റബ്ബേ വയ്യ, കുറച്ചേരം മിണ്ടാണ്ടിരിക്കട്ടെ. പണിത് ചത്തു. ഉമ്മ, നിങ്ങളും തിരുമ്പിയിട്ടില്ലേ? പുറത്ത് അയലിൽ പോയി നോക്ക്, അപ്പ അറിയാ തിരുമ്പിയിട്ടില്ലേന്ന്. അപ്പൊ എന്താ ഈ മാക്സിമം പാവാടും തിരുമ്പിയില്ല? അത് നോക്ക്, ഇന്നലത്തെ ഉണ്ട്. എന്നാ അതുകൊണ്ട് തിരുമ്പിയിട്. എന്താ എങ്ങനെ കൽപ്പിക്കണം അവിടെ എന്നോട്? വേണമെങ്കിൽ പോയി തിരുമ്പടി. 90 ആവാനായില്ലേ? ഇനിയൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനും 2 പെറ്റ തന്നെയാടി. എന്നതുപോലെ നോക്കാനും പരിചരിക്കാനും താങ്ങാനൊന്നേ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പെറ്റ എണിച്ചതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെ എന്തിനും ഉമ്മ ഇവിടെ വന്ന് നിൽക്കണത്? എന്റെ കുട്ടീന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ. ഇതേ പഴയ കാലമൊന്നുമല്ല. എന്നോട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞാക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഇതുകൊണ്ടേ തിരുമ്പാൻ നോക്കി. ഞാൻ നിന്റെ തള്ളി നിന്റെ മടി വസ്ത്രങ്ങൾ വരെ അങ്ങനെ തിരുമ്പി തരാന് എന്റെ മക്കൾക്കും ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ നണക്കൊക്കെ അവിടെ സോപ്പ് പൊടിയില്ലേ, അതിന് കൊണ്ടിട്ട് തുണികളൊക്കെ മുക്കി വെച്ചിട്ടേ കുട്ടി പിഴിഞ്ഞ് എടുക്കാൻ നോക്കടി. ഓടി. ഞാൻ വിചാരിച്ചാലും കൂടിയ എന്നെ ഇവര്. പക്ഷേ നിങ്ങളെ ഞാൻ അങ്ങനെ വിടില്ല. പെറുപെറുക്കാണ്ട് പോവാൻ നോക്കടി. അപ്പാ ഉണ്ടാകുമ്പോത്തൊരു ചട്ടിയുണ്ട്. ആനനെ കുളിപ്പിക്കുന്നത്ര വെള്ളമുണ്ട് അതില്. അവളുടെ ഉമ്മ കൂടി വരട്ടെ, നോക്കുള്ളത് ഞാൻ കൊടുക്കട്ടെ.
എന്റെ കാലേ അയ്യോ എന്റെ കാല് പോയേ എന്റെ കാലേ എന്റെ കാല് ഓടിവായോ എന്റെ കാല് പോയേ എന്റെ കാല് പോയേ അയ്യോ ഞാൻ ചത്തേ എന്റെ കാലേ എന്താ പറ്റി കാല് എന്താ പറ്റി നീ കണ്ടില്ലടി എന്നൊന്ന് പിടിച്ചേൽപ്പിക്കണി പ്രാന്തി എന്റെ കാല് പോയേ ഞാൻ ചത്തേ പടച്ചോന്റെ കാവല് കൊണ്ട് ഇപ്പൊ ഒന്നും ഉണ്ടായില്ല. 2 ആഴ്ച പിന്നെ ഈ തുണി ചുറ്റിയാ മതിയല്ലോ. നല്ലപോലെ റെസ്റ്റ് ഇരുന്ന വേദനയൊക്കെ മാറിക്കൊള്ളുന്ന ഡോക്ടർ പറഞ്ഞത്. അല്ല നിന്റെ കുട്ടീന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനിയിപ്പോ ആരാണ്? ഉമ്മ വരുവോ? ഞാൻ എവിടെ? അവരൊന്നും വരില്ല. അവർക്ക് ഞാനിങ്ങനെ കൈ നിറഞ്ഞാലേ സന്തോഷാവുള്ളൂ. ഈ 3.5 കാലം വെച്ചിട്ട് ഞാൻ ഇവിടെ കടന്ന് പണിത് തത്തോട്ടേതായിരിക്കും അവരുടെ മനസ്സിൽ. ജെസ്സിയെ എന്താടി ഉമ്മാക്ക് പറ്റിയത്? ഉമ്മ വന്നോ? അയ്യോ എന്താ ഒരു കഷ്ടം. അപ്പൊ നോക്കി നടക്കണ്ടേന്ന് നിങ്ങള്? എത്രയൊക്കെ നോക്കി നടന്നിട്ടും കാര്യമൊന്നുമില്ല. ചിലതിന്റെ ഒക്കെ മനപ്രാക്ക് മതി. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു മകനെ? അത് കുഴപ്പമൊന്നും ഇല്ലാന്ന് 2 ആഴ്ച ഈ തുണി ചുറ്റാൻ മതി ഡോക്ടർ പറഞ്ഞത്. അതെന്താ എല്ലിൽ എന്താ ചെറിയ സ്ക്രാച്ചോ എന്താ ഉള്ളൂ അത്ര. ഞാനാ കൂടെ പോയതേ. നല്ലപോലെ റെസ്റ്റ് ഇരുന്ന് അത് മാറിക്കോളും. അധികം നടത്തിക്കൊന്നും വേണ്ട. അപ്പൊ അത് മാറിക്കോളും. ശരി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ വന്നല്ലോ. ശരി എന്താ റെസ്റ്റ് ഇരിക്കും. ശരി. പെണ്ണുറങ്ങിയില്ലടി? ഉറങ്ങിമ്മ. എന്നാ അതിന് തൊട്ടി കടത്തിട്ടേ നീയും കുറച്ചേരം കടന്നോ. ഉമ്മ അടുക്കളയ്ക്ക് പോട്ടെ കേട്ടാ. എന്തൊരു സ്നേഹം മകളുടെ അടുത്ത്. നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണമാണ് എനിക്കിപ്പോ ഈ അവസ്ഥ വന്നത്. എന്റെ കാര്യങ്ങളൊക്കെ മുടങ്ങി ഞാനൊരു മൂലക്കായി. തള്ളയ്ക്ക് മോൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ കാലത്തെ വേദന ഒന്ന് കുറയട്ടെ. എന്നാ ചോറ്. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. 2 പറ്റി ചോറ് എടുത്തിട്ടെങ്കിൽ ഇനിയിപ്പോ അടുക്കള വരെ പോണം. വേദനിച്ചിട്ടാണെങ്കിൽ ഒരാട്ടി വെക്കാൻ വയ്യ. ഇനിയിപ്പോ എന്താ ചെയ്യ? മെല്ലെ എങ്ങനെങ്കിലും പോയിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ഇങ്ങോട്ടെ. നിങ്ങൾ എവിടേക്ക് എണിക്കുന്നത്? ഈ ചോറുണ്ടോളി. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ എണിച്ച് നടക്കണ്ടെന്നല്ലേ പറഞ്ഞാക്കണത്. പിന്നെ എവിടേക്കാ നിങ്ങള്? എന്താവശ്യം ഉണ്ടെങ്കിലേ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ കൊണ്ടുവന്ന് തരാം. ഇതാ ഈ ചോറുണ്ടോളി. എന്നാ ചോറിൻ്റെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൈ കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് വരാം. അവിടെ ഇരുന്നോളി. ചോറിങ്ങട്ടെ. ജെസ്സിയെ ഉമ്മ തിരുമ്പിയിട്ട് വരാട്ടാ. നിങ്ങൾ തിരുമ്പാനുള്ള തുണികൾ എവിടെയൊന്നും അങ്ങോട്ട് തിരുമ്പിയിട്ടെ. ഇതാ അവിടെ ഉണ്ട് ഉമ്മ. അപ്പൊ വെള്ളം വരുവേ. അപ്പത്തിന് തിരുമ്പിയിട്ടെ. എന്നിട്ട് കുട്ടീനെ കുളിപ്പിച്ചാട്ടാ. ഉമ്മ തിരുമ്പാ ഞാൻ സഹായിക്കണോ? ഒന്ന് പോടി അവിടുന്ന്. 90 കൂടി ആയിട്ടില്ല. അപ്പോഴാ അവളുടെ ഒരു സഹായം. നീ പോയി കിടക്കാൻ നോക്ക്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഞാൻ തന്നെ എന്റെ ഡ്രസ്സുകളൊക്കെ തിരുമ്പിയത്. അപ്പൊ നിന്റെ അമ്മായിമ്മയോ? അവർക്ക് എന്തായിരുന്നു ഇവിടെ പണി? അമ്മായിമ്മ അവര് 1-2 ദിവസമൊക്കെ ചെയ്തു തന്നു. പിന്നെ അവരെ തനി സ്വഭാവം പുറത്തെടുത്തു. അവര് എന്തൊക്കെയാന്നറിയാമോ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ഉമ്മാൻ എന്തൊക്കെയാന്നറിയോ അവര് പറഞ്ഞത്? അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഒരു വീഴ്ചയും കിട്ടി, ഒരു മൂലയ്ക്ക് ഇരിപ്പുമായി. അങ്ങനെ തന്നെ വേണം അവർക്ക്. സത്യം പറഞ്ഞാലേ നമ്മൾ അവരുടെ ഒരു കാര്യം ചെയ്തു കൊടുക്കരുത്. അവര് തന്നെ ചെയ്യട്ടെ. കാലത്തെ എല്ലൊന്നും കൊടുത്തിട്ടില്ലല്ലോ.
ആ എന്തെങ്കിലും ആവട്ടെ മാനെ, എത്രയൊക്കെ ആയാലും നിന്റെ കെട്ടുവന്റെ ഉമ്മയല്ലേ അവര്. അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ആവട്ടെ. ഒരു ഉമ്മ. നീ ഇങ്ങനെ വെയിലത്ത് നിക്കണ്ട, പോയി കടന്നോ. ഓക്കോ, തിരുമ്പിയിരട്ടെ.